ഹായ് മക്കളെ, മായൂർ സാറടാ മെന്ററിൽ നിന്നാണ് ഇപ്പോൾ ഉള്ളത്. സോ എടാ, ആദ്യ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ ഏതാനും ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ അല്ലടാ? സോ നീറ്റ് എക്സാമിലടാ ഈ ഒരു സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കടൽ പോലെ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് അവിടെ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. അതിൽ തന്നെയാണ് ഏറ്റവും സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വരാൻ ചാൻസ് ഉള്ള, അതായത് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റന്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ്. അതായത് എടാ, ബോർഡ് എക്സാം ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലേ? സോ എടാ, ഇതില് നമ്മൾ 3 ലോസുകൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. സോ എടാ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താടാ? റിയാക്റ്റന്റിന്റെ ടോട്ടൽ മാസും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ മാസിന്റെ സം ആണ് മക്കളെ എന്താടാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അങ്ങനെയാണ് മക്കളെ ഇതിൽ ഏത് ഉത്തരം വരുടാ? ഒന്നാമത്തെ ഓപ്ഷൻ അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താടാ? ടോട്ടൽ നമ്പർ ഓഫ് ദ റിയാക്റ്റന്റ് ഓർ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റന്റിന്റെ മാസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റിന്റെ മാസ്. റെഡിയാണോ? റിയാക്റ്റന്റിന്റെ പ്രൊഡക്റ്റും റിയാക്റ്റിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും തുല്യമായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ലോനെ പറയുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. പ്രപ്പോസ് സയന്റിസ്റ്റ് നോക്കിക്കോ. ആരുടെ പ്രപ്പോസ് ചെയ്ത്? ആന്റോണിയോ ലാവോയിസർ. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നോക്കിക്കോ. ദ ലോ ഓഫ് മൾട്ടി പ്രപ്പോർഷൻ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദ 2 കോമ്പൗണ്ട്. ഓക്കെ അല്ലേ? എക്സാമിനടാ മിക്കവാറും, അതായത് മിക്ക വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നോക്കിക്കോ. അതായത് ഇതിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ, മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 എലമെന്റും 2 കോമ്പൗണ്ടും. ഓക്കെ, അതിന്റെ ട്രിക്കാണ് ഞാൻ പറയാൻ വേണ്ടി പറയുമ്പോൾ നോക്കിക്കോ. 2 എലമെന്റും ശ്രദ്ധിക്ക്, 2 എലമെന്റും 2 കോമ്പൗണ്ടും ആണെങ്കിൽ, 2 എലമെന്റും 2 കോമ്പൗണ്ടും ആണെങ്കിൽ അതെന്താടാ? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഓക്കെ അല്ലേ? സോ മക്കളെ ഡെഫിനിറ്റ് ആണെങ്കിൽ എങ്ങനെ വരൂടാ? 3 എലമെന്റും ശ്രദ്ധിക്ക്, 3 എലമെന്റും 2 കോമ്പൗണ്ടും ആണെങ്കിൽ അതെന്താടാ? ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അതാണ് ഐഡിയ വേണ്ടത്. ഓക്കെ അല്ലേ? മൾട്ടിപ്പിൾ ആണെങ്കിൽ 2 എലമെന്റ് 2 കോമ്പൗണ്ട്, ഡെഫിനിറ്റ് ആണെങ്കിൽ എന്താടാ? 3 എലമെന്റ് 2 കോമ്പൗണ്ട്. സോ ഒന്നാമത്തെ നോക്കിക്കോടാ, സോഡിയം ക്ലോറൈഡും സോഡിയം ബ്രോമൈഡും. ഓക്കെ അല്ലേ? ഇവിടെ എന്താടാ? NaCl-ഉം NaBr-ഉം. റെഡിയാണോ? NaCl-ഉം NaBr-ഉം. സോ 2 കോമ്പൗണ്ട് ആണ്. പക്ഷെ എത്ര എലമെന്റ് ഉണ്ടടാ? 3 എലമെന്റ് ഉണ്ട്. സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. സോ 3 എലമെന്റ് ആയി. പറ്റുമോ? പറ്റൂല. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ സൾഫർ ട്രൈ ഓക്സൈഡ് നോക്ക്. സൾഫർ ട്രൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താടാ? SO3 ആണ്. സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താടാ? SO2 ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, 2 കോമ്പൗണ്ട് ഉണ്ടായി. പക്ഷെ എത്ര എലമെന്റ് ഉള്ളൂ? 2 എലമെന്റ് ഉള്ളൂ. ഒന്ന് സൾഫറും ഒന്ന് ഓക്സിജനും അല്ലേ? ഇവിടെ സൾഫർ, ഇവിടെ ഓക്സിജൻ, ഇവിടെ സൾഫർ, ഇവിടെ ടോട്ടൽ എത്ര എലമെന്റ് ഉള്ളൂ? 2 എലമെന്റ് ഉള്ളൂ. സോ 2 കോമ്പൗണ്ട് ഉണ്ടാക്കി. സോ 2 എലമെന്റ് 2 കോമ്പൗണ്ട് ഏതായിരിക്കും മക്കളെ? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. സോ ഓപ്ഷൻ ഏതായിരിക്കും? ഡി ആയിരിക്കും. റെഡി ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, 1 AMU ഈക്വൽ ടു, എടാ മിക്കവാറും ചാടിക്കേറി നമ്മൾ ഉത്തരം ഉണ്ടാക്കും. സോ ഇതില് ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. 1.66 × 10⁻⁻27 ആണ് ഒരു ഓപ്ഷൻ ഉണ്ട്, എഴുതിക്കോടി. ഓക്കെ അല്ലേ? അപ്പോൾ മണ്ടി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 1.66 × 10⁻⁻27 ഒന്ന് കുത്തും. പക്ഷെ ഓപ്ഷൻ എന്തായിരിക്കും? തെറ്റായിരിക്കും. എടാ ഗ്രാമിലാണെങ്കിൽ, ഒരു AMU ഇൻ ഗ്രാമിലാണെങ്കിൽ മക്കളെ ഏതായിരുടാ? 1.66 × 10⁻⁻24 ഗ്രാം. ഇനി കിലോഗ്രാമിലാണെങ്കിൽ മക്കളെ 1.66 × 10⁻⁻27 കിലോഗ്രാം. അപ്പം നിങ്ങൾ 1 AMU എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും. പക്ഷെ എന്താ ചെയ്യുക? യൂണിറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതിലിപ്പോൾ എല്ലാ യൂണിറ്റും എന്താണ്? ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇനി കിലോഗ്രാം 27 എപ്പോഴും ഉണ്ടാവുക? കിലോഗ്രാം ആവുന്ന സമയത്ത്. ഗ്രാമിലാണ് സമയത്താണ് -24. റെഡിയാണോ? ഐഡിയ കിട്ടും അല്ല? എന്താ 1 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ, കാർബൺ 12നെ 12 കഷ്ണങ്ങളാക്കി. ഒരു കഷ്ണത്തിന്റെ മാസ് ആ 1/12 ഫ്രാക്ഷൻ ഓഫ് കാർബൺ 12 മാസിന്റെ ആ ഫ്രാക്ഷൻ ഓഫ് മാസിനെ പറയുന്ന പേരാണെടാ 1 AMU അഥവാ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും. ഓക്കെ ആണോ? സോ നെക്സ്റ്റ് നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഹയസ്റ്റ് മാസ്? തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് മാസ് ആർക്കായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, സോ ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ആദ്യത്തെ ഓപ്ഷൻ എന്താടാ? 20 ഗ്രാം സൾഫർ ആണ്. ഓക്കെ, അതിൻ്റെ ഓൾറെഡി മാസ് എത്ര ഉണ്ട്? 20 ഗ്രാം ആണ്. ഓപ്ഷൻ തന്നെ ഉണ്ട്. നെക്സ്റ്റ് നോക്കിക്കോ, 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്.
ഓക്കെ അല്ലേ? എടാ ഈ മോളിൽ നിന്ന് നമ്മളിങ്ങനെ മാസ് കാണുക. എടാ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താടാ, ഗിവൺ മാസ് മോൾ ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. സോ മോൾ ഇവിടെ എത്രണ്ടാ 4. ഗിവൺ മാസ് തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രടാ? 44. സോ അങ്ങനെയാണ് എക്സ് ഈക്വൽ ടു 44 × 4 കിട്ടും. ഓക്കെ അല്ലേ? സോ ഇനി നെക്സ്റ്റ് നോക്കിക്കോ. 12 × 10⁻24 ആറ്റംസ് ഓഫ് കാർബൺ. ഓക്കെ, അത്രയും ആറ്റംസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് എന്താണെടാ, 11.2 ലിറ്റർ ഓഫ് ഹീലിയം. എടാ 11.2 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്പർ ഓഫ് മോൾസ് എത്രടാ? 0.5 ആയിരിക്കും. ഓക്കെ, സോ മോൾ ഇവിടെ എത്രയാണ്? അതായത് 22.4 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോളാണ്. അപ്പോൾ അതിൻ്റെ പകുതി 11.2 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എത്ര ആയിക്കോടാ? 0.5 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ മോൾ ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. മോൾ എത്രടാ? 0.5 ആണ്. ഈക്വൽ ടു ഗിവൺ മാസ് അറിയില്ല. എടാ ഹീലിയത്തിൻ്റെ മാസ് എത്രടാ? 4. സോ എക്സ് ഈക്വൽ ടു 0.5 × 4. സോ ഇനി നോക്കടാ, 44 × 4 ആണോ 0.5 × 4 ആണോ വലുത്? എക്സാക്ട്ലി എന്താടാ? 44 × 4 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു ഓപ്ഷൻ ബി വരും. റെഡിയാണോ? ഐഡിയ കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ ഓപ്ഷനും നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം എന്ത് ചെയ്യും? കണ്ടെത്താൻ കഴിയും. പക്ഷെ എന്ത് ചെയ്യില്ല, സമയം നല്ലതുപോലെ പോവും. നമുക്കെന്താണ്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉത്തരം പെട്ടെന്ന് കിട്ടണം. ഓക്കെ അല്ലേ? സോ എല്ലാം ചെയ്യാൻ നിൽക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, വാല്യൂസ് ഇങ്ങനെ ഇട്ട് നോക്കുക, എന്നിട്ട് ഓപ്ഷൻ നോക്കുക, എന്നിട്ട് കുത്തുക. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. What one atom of element contain 1.8 × 10⁻²2 then its atomic mass is. So ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മക്കളെ, ഒരു ആറ്റത്തിന്റെ മാസ് തന്നിട്ടുണ്ട്. സോ എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? അറ്റോമിക് മാസ്. സോ എടാ അറ്റോമിക് മാസ് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ മക്കൾ പറഞ്ഞടാ. ഇതെന്താടാ? ഇൻ അവഗാഡ്രോ നമ്പറിന്റെ ഫോർമാറ്റിലല്ലേ? അതായത് പവറിന്റെ ഫോർമാറ്റിലല്ലേ? സോ പവറിന്റെ ഫോർമാറ്റിലാണെങ്കിൽ അറ്റോമിക് മാസ് എങ്ങനെ കാണുക? കിട്ടിയ ഗ്രാം അല്ലെ, കിട്ടിയ മാസ് 1.8 × 10⁻22 ഇൻറ്റു എന്ത് ചെയ്യണടാ? അവഗാഡ്രോ. അതെ, 6.022 × 10⁻23. ഓക്കെ അല്ലേ? സോ ജസ്റ്റ് നിങ്ങൾ നോക്കടാ, 1.8ഉം 6ഉം നോക്കുക, 18 × 6 ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണ് മക്കളെ. ജസ്റ്റ് ഇനി ഓപ്ഷനിലേക്ക് നോക്കുക. 29 എങ്ങനെ വന്നാലും ചെയ്യാൻ കിട്ടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. 29 ഒരിക്കലും വരില്ല, 18ഉം വരില്ല. പിന്നുള്ളതടാ ഈ 2 കാര്യങ്ങളാണ് വരിക. ഓക്കെ അല്ലേ? എടാ ജസ്റ്റ് നിങ്ങൾ 60 × 18 അല്ലെങ്കിൽ 6.0 × 18 ചെയ്തൊക്കെയാൽ മതി. സോ അപ്പം നമുക്ക് ഓപ്ഷൻ ചെയ്ത് കിട്ടൂടാ 108.36 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ഇത് രണ്ടും അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഡിസ്ക്വാളിഫൈ ചെയ്യുക. പിന്നെ ഇത് രണ്ടുമല്ലേ വരികയുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ഐഡിയ വെച്ചിട്ട് 1.8 × 6 ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? അപ്പം എന്ത് കിട്ടൂടാ? ഓപ്ഷൻ സി കിട്ടും. എടാ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ഓക്കെ അല്ലേ? മറ്റേത് ഓരോന്ന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് സമയം പോകും. ഓക്കെ അല്ലേടാ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A person add 1.71. സോ ഇവിടുത്തെ ഗിവൺ മാസ് എത്ര? 1.71. സോ അങ്ങനെയാണെങ്കിൽ C12H22O11. സോ അതൊരു ഷുഗർ ആണ് കേട്ടോ. ഇൻ ഓർഡർ ടു സ്വീറ്റൻ ദ ടീ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസന്റ് ഇൻ ദ ഷുഗർ. ഓക്കെ അല്ലേ? സോ അത് കണ്ടെത്തണം. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഗിവൺ നമ്പർ. എടാ ഒരു ആറ്റം കണ്ടെത്താൻ വേണ്ടി മിനിമം ഐഡിയ എന്താണ്? പഠിച്ചിട്ടുണ്ടാവും. മോൾ ഇൻറ്റു മോളിക്യൂൾസ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം അല്ലേ? ഇവിടെ കാർബൺ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താ ചെയ്യുക? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എടുക്കുക. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോ. എടാ ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണാം. ഗിവൺ മാസ് എത്രടാ? 1.71 ഡിവൈഡഡ് ബൈ എടാ മോളാർ മാസ് എത്ര? ഇവിടെ C12H22ന്റെ 342. ഓക്കെ അല്ലേ? ഇൻറ്റു അടക്കട്ടെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. സോ ഇനി നമുക്ക് എന്ത് കാണാം? നമ്പർ ഓഫ് മോൾസ് മാത്രം കണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്പർ ഓഫ് മോൾസും വേണം, മോളിക്യൂൾസും വേണം, പിന്നെ എന്താ ചെയ്യുക? കാർബൺ ആറ്റങ്ങളുടെ എണ്ണവും വേണം. സോ അങ്ങനെയാണെങ്കിൽ എടാ N = നമ്പർ ഓഫ് കാർബൺ ആറ്റം = മോൾ എത്രടാ? 1.71 ഡിവൈഡ് ബൈ 342 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു. സോ ഇനി എന്താ ചെയ്യൂടാ? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രടാ? 12. ഓക്കെ അല്ലേ? സോ ഇതും കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വരും, 24 4. ഓക്കെ, 1.71 × 4.
So that is equal to 3.6 into 10 raised to 22. Okay അല്ലടാ. So 3.6 into 10 raised to the power 22 വന്നു. So ഓപ്ഷൻ ഏതാടാ? A. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ മിനിമം ഈ ക്വസ്റ്റ്യനിൽ മിനിമം ഐഡിയകൾ എന്ത് വേണം? എടാ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ മോൾ ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to 23 ഇൻറ്റു ഇപ്പം നമുക്കിവിടെ ഹൈഡ്രജൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ 12നെ പകരം എന്ത് എഴുതണം? 22 എഴുതണം. ഇനി ഓക്സിജൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ 12 പകരം എന്ത് എഴുതണം? 11 എഴുതണം. ഇവിടെ ചോദിച്ചത് ഏതാണ്? കാർബൺ ആറ്റം ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 12 ചെയ്യണം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The rest of mass of an electron is 9.11 into 10 raised to minus 31. The molar mass of electron. എടാ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ളൂ. സോ ഏത് ക്വസ്റ്റ്യൻ ഏതാടാ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓക്കെ ഇവിടെ ഡയറക്റ്റ് എന്ന് ചോദിച്ചത് അറ്റോമിക് മാസ് ചോദിച്ചത്. ഓക്കെ അവിടെ എന്താ ചോദിച്ചത്? മോളാർ മാസ. അപ്പം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഗ്രാം ഇൻറ്റു തന്നിരിക്കുന്ന മാസ് ഇൻറ്റു അവഗാഡ്രോ ചെയ്യണം. സോ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യടാ? അതേപോലെയാണ് എന്ത് തന്നിരിക്കുന്ന മാസ് അല്ലേ? മോളാർ മാസ് തന്നിരിക്കുന്ന മാസ് എത്ര? 9.11 ഇൻറ്റു 10 raised to minus 31 ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to 23. എടാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്ത് കിട്ടൂടാ? 5.55 ഇൻറ്റു 10 raised to minus a എന്ന് കിട്ടും. മറ്റേ ക്വസ്റ്റ്യൻ്റെ അതേപോലെയാണ് ഈ ക്വസ്റ്റ്യനും. രണ്ടിൻ്റെ എന്ത് കണ്ടെത്താനുള്ളൂ? ഇതിൻ്റെ ഡയറക്റ്റ് മോളാർ മാസ്, മറ്റോടത്ത് അറ്റോമിക് മാസ്, രണ്ടും സെയിമാ. തന്നിരിക്കുന്ന മാസ് ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to 23 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ 25 milligram? ഹൈലൈറ്റ് ചെയ്തോടാ മില്ലിഗ്രാം. നമ്മൾ സെയിം സാധനം കേട്ടോ, ആറ്റം കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം, അതായത് എടാ ടോട്ടൽ നമ്പർ ഓഫ് മറ്റൊടുത്ത് നമ്മൾ എന്താണ് കാർബണിന്റെ ആറ്റം ചോദിച്ചത്. അപ്പൊ 12 എടുത്തു, ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണോടാ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താടാ? ടോട്ടൽ ആറ്റ ചോദിച്ചത്. അതിന്റെ അർത്ഥടാ ഈ ഒരു കോമ്പൗണ്ടില് ടോട്ടൽ എത്ര ആറ്റം ഉണ്ടടാ? 12 കാർബൺ ഉണ്ട് അല്ലേ? 16 ഓക്സിജൻ ഉണ്ട്, 16 ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് ഒരു ഓക്സിജൻ. ടോട്ടൽ മക്കൾ എത്ര ഉണ്ടോടാ? 27 ആറ്റംസ് എവിടെ പ്രസന്റ് ആണ്? ഈ ഒരു ക്യാംഫർ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ പ്രസന്റാ. മറ്റേ ക്വസ്റ്റ്യൻ എങ്ങനെയാടാ? കാർബൺ ആറ്റങ്ങളോടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളതാ? ടോട്ടൽ ആറ്റങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സോ എഴുതിക്കോലടാ. നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താടാ? നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് അല്ലേ? ഗിവൺ മാസ് ഇവിടെ എത്രയാടാ? 25 milligram. ഇതിന് ഉത്തരം തെറ്റാ, അതിനെ ഗ്രാമിലേക്ക് മാറ്റണം. സോ 25 ഇൻറ്റു 10 raised to minus 3 ഡിവൈഡഡ് ബൈ എടാ C10 H16 O11. സോ ഇതിന്റെ മോളാർ മാസ് മക്കൾ എത്ര കിട്ടൂടാ? 152 കിട്ടും. സോ ഇൻറ്റു 152 ഡിവൈഡ് ബൈ 152 അടക്കട്ടെ. എടാ ആറ്റങ്ങൾ കാണാൻ വേണ്ടി കിട്ടിയ മോള് ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to 23 ഇൻറ്റു എടാ എത്ര ആറ്റങ്ങളടാ? 27 ആറ്റങ്ങൾ. സോ നമ്മളെങ്ങനെ ചെയ്യണടാ? സോ ആറ്റങ്ങൾ കണ്ടുപിടിക്കാൻ സോ എന്ത് കിട്ടൂടാ? നമ്പർ ഓഫ് മോൾസ് 25 ഇൻറ്റു 10 raised to minus 3 ഡിവൈഡഡ് ബൈ 152 ഇൻറ്റു എടാ 6.022 ഇൻറ്റു 10 raised to 23 ഇൻറ്റു എന്ത് കിട്ടൂടാ? ആറ്റം കൂടെ എണ്ണം എത്രടാ? 27. റെഡി ആണോ? സോ ഇനി എന്ത് ചെയ്യടാ? കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കോളൂ കേട്ടോ. 152 27 2 7 16 1.8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 point സംതിങ് കിട്ടും കേട്ടോ. സോ 2 point സംതിങ് കിട്ടുന്ന ഉത്തരം എന്താ? ഓപ്ഷൻ ഡി അല്ലേ? 2.67 ഇൻറ്റു 10 raised to 21. റെഡി ആണോടാ? ഐഡിയ കിട്ടിയോ? യെസ്. നെക്സ്റ്റ് നോക്കിക്കോ. എടാ പരമാവധി നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ആവറേജ് വാല്യൂ എടുത്താൽ മതി. ഓക്കെ അല്ലേ? ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ആവറേജ് വാല്യൂ എടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കൊരു ഓപ്ഷനിൽ ഉത്തരം കിട്ടും കേട്ടോ. എനിവേ നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ മാക്സിമം വോളിയം ഓഫ് NTP. ഓക്കെ, മാക്സിമം വോളിയം ഓഫ് NTP. എടാ വോളിയം ആണ്. എടാ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഹിന്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ വോളിയം എന്ത് ചെയ്യൂടാ? കൂടും. ആ ഒരൊറ്റ കോൺസെപ്റ്റ് ആലോചിച്ചാൽ എന്താടാ? നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ വോളിയം കൂടും. അപ്പൊ മോൾസ് ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും എന്ത് കൂടുതലടാ? വോളിയം കൂടുക. ഐഡിയ കിട്ടിയോ? സോ നോക്കിക്കോ. എടാ ഇതിൽ 12.8 gram SO2 ഉണ്ട്.
സോ ജസ്റ്റ് മോള് കണ്ടെത്താണ്, ഇതിന്റെ മോള് നമ്മൾ കണ്ടെത്തണം. കാരണം മോള് കണ്ടെത്തി കഴിഞ്ഞാൽ വോളിയം കിട്ടും, ആ ഒരു ഐഡിയ ഉണ്ടാവണം നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? സോ നമ്പർ ഓഫ് മോൾസ് എത്രടാ? ഗിവൺ മാസ് 12.8 ഡിവൈഡ് ബൈ എടാ സൾഫറിന്റെ മാസ് 32 ആണ്, ഓക്സിജന്റെ മാസ് അല്ലേ, ഒരു ഓക്സിജൻ മാസ് 16 ആണ്, 16 × 2 അത് 32. സോ 32 + 32 എത്രടാ? 64. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 12.8 ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എത്രടാ? 64. ഓക്കെ അല്ലേ? എങ്ങനെ പോയി കഴിഞ്ഞാൽ മക്കളെ അവിടെ എന്ത് കിട്ടൂടാ? പോയിന്റ് വരില്ല ഉത്തരത്തില്. അത് മനസ്സിലാക്കി. ഉത്തരത്തിൽ എന്ത് വരും? പോയിന്റ് വരും. ചെയ്ത് നോക്കാൻ നിൽക്കണ്ട, പോയിന്റ് വരും. നെക്സ്റ്റ് നോക്കിക്കോ. ഇവിടെ എന്താണ് 6.022 × 10⁻22 6.022 × 10⁻22. സോ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണാം? ഇവിടെ എത്ര പാർട്ടിക്കിൾസ് എന്തുണ്ട്? 6.022 × 10⁻22 ഡിവൈഡ് ബൈ പാർട്ടിക്കിൾസ് എന്ന് കഴിഞ്ഞാൽ മോൾ എങ്ങനെ കാണാം? പാർട്ടിക്കിൾസ് വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യുക. സോ എന്ത് ചെയ്യൂടാ? 6.022 × 10⁻23 വെച്ച് ഡിവൈഡ് ചെയ്യുക പാർട്ടിക്കിൾസിന്റെ കണക്കാണെങ്കിൽ. സോ ഇതും കട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായിരുടാ 10⁻23 മേലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ 10⁻1 ഉണ്ടാവും, അത് മേലേക്ക് പോയി കഴിഞ്ഞാൽ 10⁻−1, അതായത് 0.1 അവിടെ കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോ. 0.5 മോൾ ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാ 0.5 ആണ് മോൾ തന്നിട്ടുണ്ട്. സോ ഡി ഓപ്ഷൻ നോക്കിക്കോ. 1 gram മോളിക്യൂൾ. സോ എടാ 1 gram മോളിക്യൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര മോൾ ഉണ്ടടാ? അവിടുത്തെ മോളിന്റെ എണ്ണം നോക്കിക്കോടാ, 1 ആണ്. മനസ്സിലാക്കണം. 2 gram മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മോളിന്റെ എത്ര? 2. 3 gram മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മോളിന്റെ എണ്ണം എത്ര? 3. 4 gram മോളിക്യൂളിന്റെ എണ്ണം എത്ര? അവിടുത്തെ മോളിന്റെ എണ്ണം എത്ര? 4. ഐഡിയ ഉണ്ടാവണം. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഡി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മോളിന്റെ എണ്ണം എത്രടാ? 1 ആണ്. ബാക്കിയിലൊക്കെ പോയിന്റ് ആണ്. ഇതിലെത്ര? 1. സോ അങ്ങനെയാണെങ്കിൽ ഏതാ ഉത്തരടാ? ഓപ്ഷൻ ഡി ആയിരിക്കും ഉത്തരം വരിക. ഐഡിയ വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ അല്ലേ? എടാ ഈ ക്വസ്റ്റ്യൻ പല രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? പല മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. സോ നമ്മൾ എപ്പോഴും എടുക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടൈം കുറച്ചിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ അതാണ് ഞാൻ പറഞ്ഞ ഹിന്റ് തന്നത്. ഇവിടെ നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ വോളിയത്തിന്റെ എണ്ണവും വോളിയം എന്ത് ചെയ്യൂടാ? കൂടുതലാണ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 4.4 gram CO2 and 2.24 liter of H2 at SGP are mixed in a container. The total number of molecules present in a container. So, ഇവിടെ എന്താ ചോദിക്കുന്നതാ? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റ് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആ. എടാ മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ എന്താടാ? കിട്ടിയ മോൾ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണെടാ മോളിക്യൂൾസ് കാണാൻ വേണ്ടി. സോ ഇവിടെ 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഒരു കോമ്പൗണ്ട് മക്കളെ കാർബൺ ഡൈ ഓക്സൈഡ്, അത് ഗ്രാമിലാണ്. മറ്റൊരു കോമ്പൗണ്ട് SGP ലിറ്ററിലാണ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യടാ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോള് കണ്ടെത്തുക. ഓക്കെ അല്ലേ? ഗിവൺ മാസ് എത്രടാ? 44 അല്ലേ? സോ 4.4 കേട്ടത്. സോ ക്വസ്റ്റ്യനിൽ ഇത് 4.4 കേട്ടോടാ. സോ ഗിവൺ മാസ് ഇവിടെ എത്രടാ? 4.4 ഡിവൈഡ് ബൈ മോളാർ മാസ് എത്രടാ? 44. കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടൂടാ? 0.1 കിട്ടും. ഓക്കെ ആണോ? സോ മക്കളെ SGP നോക്കിക്കോടാ. ഇവിടെ ഹൈഡ്രജന്റെ SGP അല്ലേ തന്നത്? ഹൈഡ്രജൻ അല്ലടാ. SGP കണക്ക് നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. സോ അവിടുത്തെ ഗിവൺ വോളിയം എത്രടാ? 2.24 ഡിവൈഡ് ബൈ 22.4 കട്ട് ചെയ്ത് ഉത്തരം കിട്ടോടാ? 0.1. സോ 0.1 പ്ലസ് 0.1 എത്രടാ? 0.2. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രടാ? 2 കോമ്പൗണ്ട് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്ര? 0.1 പ്ലസ് 0.1 ഈക്വൽ ടു 0.2. ഓക്കെ അല്ലേ? സോ മണ്ടി കയറിയിട്ട് ഇവിടെ 0.2 കണ്ടെന്ന് കരുതിക്കോ. മണ്ടി കയറിയിട്ട് എന്ത് കുത്തും? 2 കുത്തും. ഉത്തരം എന്ത് ചെയ്യും? സബാഷ് തെറ്റി. മക്കളെ ക്വസ്റ്റ്യൻ എന്താടാ? മോളിക്യൂൾസ് അല്ലടാ മക്കളെ ചോദിച്ചിട്ടുള്ളത്. സോ അങ്ങനെയാണില്ലടാ മോളിക്യൂൾസ് എങ്ങനെ കണ്ടെത്തുക? മോൾ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. എടാ ഇവിടുത്തെ മോളിൻ്റെ എണ്ണം എത്ര? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രടാ? 0.2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. 6 × 2 നോക്കിയ 12. 1, 2 ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി.
ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത് അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇതൊക്കെ കണ്ടെത്തിയിട്ട് സമയം ഒരുപാടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യൂല, സമയം കിട്ടിയൂല. അപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ അല്ലെ, ജസ്റ്റ് ഒരു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവസാനം എന്ത് ചെയ്യും, ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ ചെയ്ത വാല്യൂസ് എന്താകണം, ശരിയായിരിക്കണം കേട്ടോ. ചെയ്ത സ്റ്റെപ്പ് എന്തായിരിക്കണം, ശരിയായിരിക്കണം. ഓക്കെ അല്ലേ, ഐഡിയ കിട്ടിയോ? മണ്ടി കയറിയിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ഓപ്ഷൻ കുത്താൻ നിൽക്കണ്ട. നോക്കുക, എന്താണോ ചോദിച്ചിട്ടുള്ളത് നോക്കുക, അതിനനുസരിച്ച് കണ്ടെത്തുക. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിക്കോ. സോ 1 mole of nitrogen has volume equal to, ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരണം. 10ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. എടാ 1 mole നൈട്രജൻ അല്ലേ, അത് ഈക്വൽ ആവുന്ന വോളിയം എവിടെ എത്ര, 1 mole പറയടാ. യെസ്, വെരി ഗുഡ്, 22.4 ലിറ്റർ. എടാ 1 mole ആർക്ക് ഈക്വലാടാ, എത്ര വോളിയത്തിന് ഈക്വലാ, 22.4 ലിറ്ററിന് ഈക്വലാണ് അല്ലേ. 2 mole ആണെങ്കിൽ എത്രടാ, 44.8 ലിറ്ററിന് ഈക്വലാണ്. ഓക്കെ അല്ലേ. സോ അതാണടാ ഇവിടെ ഐഡിയ ഉപയോഗിക്കേണ്ടത് കേട്ടോ. സോ നെക്സ്റ്റ് നോക്കിക്കോ. പെർസെൻറ്റേജ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഈസ് 40, 13.3, 46.7. റെസ്പെക്റ്റീവ്ലി ദ എംപിരിക്കൽ ഫോർമുല ഈസ്. ഓക്കെ അല്ലേ, ചെയ്ത് നോക്കല്ലേ, നമുക്ക് നോക്കിക്കോ. എടാ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഗിവൺ മാസ് ഇവിടെ എത്ര, 40 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 13.3, നൈട്രജൻ എത്രടാ, 46.7. ചെയ്ത് നോക്കല്ലേ, നോക്കിക്കോളൂ കേട്ടോടാ. കാർബൺ എത്രടാ, 40/12 ചെയ്യുക. ഹൈഡ്രജൻ ആണ് 13.3 ഡിവൈഡ് ബൈ 1. നൈട്രജൻ ആണ് 46.7 ഡിവൈഡ് ബൈ നൈട്രജന്റെ മാസം എത്ര, 14. മണ്ടത്രം കാട്ടിയിട്ട് ചെയ്ത് കേട്ടോ. നൈട്രജൻ അറ്റോമിക് നമ്പർ ആണ് 7, മാസ് നമ്പർ എത്രടാ, 14. മറന്നു പോകരുത് കേട്ടോ. സോ ഇത് നമുക്ക് ജസ്റ്റ് ചെയ്ത് അപ്രോക്സിമേറ്റ് വാല്യൂ 3.33 കിട്ടും. ഇത് 13.33 കിട്ടും. ഇത് നമുക്ക് എന്ത് കിട്ടും, 3.33. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നോക്കുക, ഇനി കിട്ടിയ ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ എത്ര, 3.33 അല്ലേ. സോ മൊത്തത്തിൽ 3.3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെ 3.33, ഇതിനെ 3.33, ഇതിനെ 3. അപ്പം നോക്കിക്കോ സി. അപ്പൊ ഇങ്ങനെ ചെയ്താൽ തന്നെ C1 H ചെയ്യാൻ നിൽക്കണ്ട. C1 നൈട്രജൻ എത്ര കിട്ടും, 1. ഇനി C1 N1, C1 N1, C1 N1, C1 N1, 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഇതുണ്ട്. സോ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. സോ എന്നാലും എന്ത് ചെയ്ത് നോക്കാം, ഹൈഡ്രജൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ മക്കൾ ഹൈഡ്രജൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്ര കിട്ടും, 13.3 അല്ലേ, 4 കിട്ടും. ഓക്കെ അല്ലേ, 4 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഏതാ ഓപ്ഷനടാ, CH4N. റെഡി ആണോ? ചില ഓപ്ഷനിലില്ലേ ഇങ്ങനെ C3 C2 അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ ഇത് തന്നെ ചിലപ്പോൾ ശരിയായിരിക്കും. സിയും എന്നും നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ രണ്ടും ഒരേപോലെയാണ്. അതുകൊണ്ട് ബിയും സിയും നോക്കണം. അപ്പം നമ്മൾ ഹൈഡ്രജൻ ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ. മറ്റൊരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങനെ കുത്താം. ചില ക്വസ്റ്റ്യനിലൊക്കെ കാണലുണ്ട്. ഓക്കെ, എല്ലാം ചെയ്യാൻ നിൽക്കേണ്ട, ഓപ്ഷൻ നോക്കുക. സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നാൽ പിന്നെ ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. മറ്റേ സിമിലർ അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യുക, ഉത്തരം കുത്തുക. ഓക്കെ, ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് കണ്ടെയ്ൻ 50% ഓഫ് എലമെന്റ് എക്സ് അതിന്റെ മാസ് തന്നിട്ടുണ്ട്. പിന്നെ എലമെന്റ് വൈന്റെ മാസ് തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് 2022 21 ആയിട്ട് ഒരു 20 ശേഷമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നോക്കിക്കോ, നമുക്ക് 2 എലമെന്റ് തന്നിട്ടുള്ളത് എക്സും വൈയും. എടാ എക്സിന്റെ മാസം എത്ര, പെർസെൻറ്റേജ് എത്ര, മാസാക്കി എടുക്കുക 50. വൈൻ്റെ എത്രടാ, 50. എടാ എക്സിന്റെ മാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 10. വൈൻ്റെ മാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര തന്നിട്ട്, 20. 0 ടിച്ച് കട്ട് ചെയ്തു. അപ്പൊ മക്കളെ പിന്നെ ഇവിടെ ആരുണ്ടാ, H 5/1 5/2. റെഡി ആണോ? എന്നിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മക്കളെ എക്സ് 5 × 2 എത്ര, 10. വൈ അപ്പൊ 5 × 1 എത്ര, 5. എന്നിട്ട് എന്ത് ചെയ്യുക, 5 കൊണ്ട് പിടിച്ചിട്ട് എല്ലാത്തിനും കട്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടൂടാ, X2Y1. അപ്പൊ X2Y1 കിട്ടുന്ന ഓപ്ഷനിൽ ഏതാ നോക്കുക. ഓക്കെ അല്ലേ. സോ ഓപ്ഷൻ ഏതാണെടാ, ബി ആണ്. ഇനി നിങ്ങൾ സാർ അവിടെ 1 ഇല്ലല്ലോ, പിന്നെ ഓപ്ഷൻ ബി. എടാ 1 ഇല്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താക്കി മനസ്സിലാക്കുക, 1 ഉണ്ടെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ 1 ഇല്ലെങ്കിൽ 1 എങ്ങനെ നമുക്ക്, എടാ ഇവിടെ എന്ത് ഇട്ടിട്ടില്ലെങ്കിൽ എന്താക്കി സങ്കല്പിക്കണം, 1 ആയിട്ട് സങ്കല്പിക്കണം. ഡയമെൻഷനിലൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം 1 ഇല്ലെങ്കിൽ 1 ആക്കിയിട്ടുണ്ട്, 1 ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഇതുപോലെ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എടാ മോളാർ മാസ് ഓഫ് CaCl2 ഇൻ ഗ്രാം വുഡ് ബി ഇനഫ് ടു പ്രൊഡ്യൂസ് 14.35 ഗ്രാം AgCl. ദ CaCl2 ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ക്വസ്റ്റ്യൻ ദ മോളാർ മാസ് ഓഫ് CaCl2 ഇൻ ഗ്രാം വുഡ് ബി ഇനഫ് ടു പ്രൊഡ്യൂസ് അല്ലേ. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? CaCl2ന്റെ മാസ കണ്ടെത്തേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എത്ര തന്നിട്ടുണ്ടടാ? ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 14.35 ഗ്രാം AgCl തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. സോ ആദ്യം നിങ്ങൾ എന്ത് കാണണം? AgClന്റെ നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ് ഇൻ AgCl കണ്ടോക്ക്. ഓക്കെ അല്ലേ. എടാ നമ്പർ ഓഫ് മോൾസ് AgCl ആണെങ്കിൽ മക്കളെ നോക്കിക്കോ. ഇവിടെ AgCl എടാ ഗിവൺ മാസ് ഓഫ് Agന്റെ എത്രടാ? 14.35 ഡിവൈഡഡ് ബൈ പിന്നെ അതുപോലെ തന്നെ AgClന്റെ മാസ് എത്രടാ? 143.32. അങ്ങനെയാണ് നമ്പർ ഓഫ് AgCl നമ്പർ ഓഫ് മോൾസ് ഓഫ് AgCl എത്ര കിട്ടും? 0.1 കിട്ടും. അടക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ ഒരുമിച്ച് ഒന്ന് എഴുതട്ടോടാ. CaCl2 പ്ലസ് അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആരെ പണിഞ്ഞ ആവശ്യമില്ല. 2AgCl അല്ലേ? 2AgCl ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് വന്നതാണ്. എല്ലാം ഇവിടെ നോക്കണ്ട. നമുക്ക് ആ കണ്ടുപിടിച്ചിട്ടുണ്ട് CaCl2 AgCl വെച്ചുള്ള റിലേഷനെ കണ്ടെത്തേണ്ടത്. ബാക്കിയുള്ളതൊന്ന് വെറുതെ ഷോ ഓഫ് അല്ലെ, വെറുതെ ക്വസ്റ്റ്യൻ്റെ ഷോ ഓഫ് കേട്ടോ. സോ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര ഞാൻ പറഞ്ഞിട്ടുണ്ടാ? ഒരു റിയാക്ഷന്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് തീരുമാനിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ CaCl2 നമ്പർ ഓഫ് മോൾസ് എത്രടാ? 1. AgCl നമ്പർ ഓഫ് മോൾസ് എത്ര? 2. ഓക്കെ അല്ലേ. സോ ഇനി നമ്മൾ ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് AgCl തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് എത്ര കണ്ടെത്തിയിട്ടുണ്ട്? 0.1 കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. എക്സ് ഇട്ട് കൊടുത്തു. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 2 × 1 ഡിവൈഡ് ബൈ 0.1. ഓക്കെ, സോ അടക്കട്ടെ കേട്ടോ. എക്സ് അടക്കട്ടെ. ഈ കിട്ടിയ എക്സ് ഇല്ലടാ, അതാണ് ഇപ്പോൾ CaCl2ന്റെ മോള്. സോ അതിൻ്റെ മാസമല്ല കണ്ടെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ കിട്ടിയ എക്സ് ആണ് നമ്മളിപ്പോൾ കിട്ടിയപ്പോൾ എക്സ് കിട്ടി. അപ്പോൾ CaCl2ന്റെ എക്സ് അപ്പം നമുക്ക് കിട്ടിയത് അല്ലേ. സോ ഇനി ആ എക്സ് ഇൻറ്റു എന്ത് കണ്ടെത്തിയാൽ മതി? അതിൻ്റെ CaCl2ന്റെ മാസ്. ഓക്കെ അല്ലേ. സോ എടാ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. എടാ നമ്പർ ഓഫ് മോൾസ് ഇവിടെ CaCl2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എത്ര? 2 × 1 ഡിവൈഡ് ബൈ 0.1 ഈക്വൽ ടു ഗിവൺ മാസ് അറിയോ? എക്സ്. അതല്ല നമുക്ക് കണ്ടെത്തേണ്ടത്. മോളാർ മാസ് ഓഫ് CaCl2 ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് എത്ര? 110. അങ്ങനെയാണ് എക്സ് ഈക്വൽ ടു 110 × 2 × 1 ഡിവൈഡ് ബൈ 0.1. സോ അങ്ങനെ മക്കളെ ഏകദേശം എത്ര കിട്ടൂടാ? 110 × 2 ഏകദേശം 220 × 1 ഡിവൈഡ് ബൈ 0.1. സോ അങ്ങനെയാണ് 220 ഡിവൈഡ് ബൈ 10⁻⁻1 അല്ലേ. ഈ 10⁻⁻1 മേലെ കയറി ദാറ്റ് ഇസ് ഈക്വൽ ടു 2200 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. സോ ഇപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ള? CaCl2ന്റെ മാസ കിട്ടിയിട്ടുള്ളത്. സോ ഇനി മാസ കിട്ടിയിട്ട് നമുക്ക് അതിന് എന്ത് കിട്ടണം? ഗിവൺ മാസ് കണ്ടെത്തണം. CaCl2ന്റെ ഗിവൺ മാസ് കണ്ടെത്തണം. സോ CaCl2ന്റെ ഗിവൺ മാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കിക്കോ. ഓക്കെ, CaCl2ന്റെ ഗിവൺ മാസ് കണ്ടപ്പോൾ നമ്മൾ നോക്കുക. CaCl2 gives 2AgCl തന്നെ. ഇതിൻ്റെ CaCl2ന്റെ മോൾ എത്ര? 1. AgClന്റെ എത്രടാ? 2. സോ ഇനി നോക്കടാ, CaCl2ന്റെ ഗിവൺ മാസ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാ. ഗിവൺ മോൾ എത്ര? 2 × 1 × 0.1. AgClന്റെ മോൾ എത്ര? 2. ക്വസ്റ്റ്യൻ പേപ്പറിൽ 0.1 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 0.1. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് AgClന്റെ മാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2200. ഇനി CaCl2ന്റെ മാസ് കണ്ടെത്തണം. സോ എക്സ് ഈക്വൽ ടു 220 × 2 × 0.1 ഡിവൈഡ് ബൈ 1. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? 5.5 സംതിങ് ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, ഇവിടെ 5 ഉണ്ട് കേട്ടോ. ഏകദേശം 5.5 ഗ്രാം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കിട്ടും. ഓക്കെ അല്ലേ. സോ ഈ ക്വസ്റ്റ്യനുകൾ സമയത്ത് കുറച്ച് ചെയ്യാണ്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ട് കാര്യം നോക്കിക്കോ. ആദ്യം ഇക്വേഷൻ ഉണ്ടാവും. ആ ഇക്വേഷനിൽ ഓൾറെഡി റിയാക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് മനസ്സിലാക്കുക. അതിന് ശേഷം ഇതിലേക്ക് വരിക. എന്നിട്ട് തന്നിരിക്കുന്ന ഗിവൺ ദാറ്റ് വെച്ചിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തുക. ഓക്കെ, ആദ്യം ആ റിയാക്ഷൻ്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻ്റ് വഴി നമ്പർ ഓഫ് മോൾസ് കിട്ടും. അതിന് ശേഷം ഇതിലേക്ക് വരിക. ഗിവൺ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഗ്രാം അനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തുക. അതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാത്തിനും നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തിയിട്ട് ഗിവൺ മാസ് വെച്ചിട്ട് ഇതിൻ്റെ രണ്ടിനും ആ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തിട്ട് അതിന് എക്സ് നമുക്ക് CaCl2ന്റെ മാസം കണ്ടെത്തേണ്ടത് മോളാർ മാസമാണ്. അപ്പോൾ CaCl2ന്റെ മാസം എക്സ് വെച്ചിട്ട് ബാക്കി കണ്ടെത്താം. ബാക്കിയുള്ളൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് എക്സിനെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, സോ ഇത് കുറച്ച് ചെയ്യാണ്ട്. സോ ഈ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. താങ്ക് യു.